Start. 10 സെക്കൻഡ്. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ കണ്ടോണം എന്തുവാന്ന് ഇപ്പൊ മനസ്സിലാവും. വിഷമിക്കണ്ട, പണയ സ്വർണ്ണം അവിടെ വന്ന് എടുത്തു വിൽക്കാൻ സഹായിക്കും. വിളിക്കും. മതിയടാ, അവിടെ ഒട്ടിച്ചിട്ട് എന്തിനാന്നേ? എന്തു ഈ പരിപാടി? അതല്ലേ മറ്റേ ക്ലീറ്റോന്റെ പുതിയ പരിപാടി. എങ്ങനെയാന്ന് വെച്ചാ എന്താ, ഈ പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ക്ലീറ്റോയൊക്കെ പോയി എടുത്തു കൊടുക്കും. എന്നിട്ട് ആ എടുത്ത സ്വർണം വിറ്റിട്ട് ബാങ്കിലും അടച്ച് ബാക്കി പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്ത് ഇവരുടെ കമ്മീഷൻ എടുക്കുന്നു. ഈ സ്വർണം എടുക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടും? ആർക്കറിയാം എവിടെ നിന്ന് കിട്ടും. അത് നല്ലൊരു എമൗണ്ട് വേണ്ടേ? പിന്നെ വേണ്ടി വരൂല്ലേ? നീ വരുന്നു. എല്ലാരും ഒട്ടിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം ഇവിടെ ഒട്ടിച്ചാലേ സുലിച്ചേച്ചാന്ന് എപ്പോഴും പണയം വെക്കുന്നത് അവരറിയട്ടെ. സുലുവിന്റെ സ്വർണ്ണം എല്ലാം കൊടുത്ത്, അതുകൊണ്ട് ഇനി പണയം വെക്കലൊന്നും ഇല്ല. ഇതിലെ താലു പോകുന്ന പണിക്കാർ കണ്ടാലും വരുമല്ലോ. ഇതൊക്കെ അവിടെ അല്ലേ ഒട്ടിക്കാൻ പറ. ഇങ്ങോട്ടുവാ ക്ലീറ്റോ. ആ ഇത് ഇവള് ചോദിക്കണ കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യരുത്. സ്വർണ്ണം എടുക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടും? സ്വർണ്ണം എടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? അതെവിടുന്ന് കിട്ടും? പൈസയൊക്കെ വരും, അതിനൊക്കെ വഴികളുണ്ട്. എങ്ങനെ വരാനാന്ന്? അതിനൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വല്ല പണയം വെച്ചത് എടുക്കണമെങ്കിൽ അത് പറ, ഞാൻ എടുത്ത് കൈ തരും. ഞങ്ങൾക്ക് എന്തിനാ? എനിക്കൊന്നും എടുക്കാനൊന്നും ഇല്ലേ. ആരെങ്കിലും ഉണ്ടല്ലോ, അത് പറയാം. പറഞ്ഞിട്ടുണ്ട്. ഒരു മര്യാദ ഇല്ലാത്ത വരവാണല്ലോ. ശരി എടാ, എന്റെ ബ്രേക്കൊക്കെ ഒന്ന് പരിശോധിക്കണം. വരവ് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. ഇവിടുന്ന് പിന്നെ താഴോട്ടങ്ങ് പോയോണ്ടല്ലേ നേരെ ഒന്ന്. വിഷമിക്കണ്ട, സ്വർണ്ണപ്പണ തുടങ്ങിയോടെ. പിന്നെ തുടങ്ങാതെ തുടങ്ങിയോണ്ടല്ലേ ഇത് കൊട്ടിച്ചേക്കണം. ഇതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെ നിന്നാണ്? അതൊക്കെ വരും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അവരെ വേണ്ട ഇത് ചെയ്തു കൊടുക്കുന്നു. നമുക്കൊരു ചെറിയ ലാഭം, അവർക്കൊരു ചെറിയ ലാഭം. നിനക്കും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കുറെ പേരൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ഈ ചുവരിലൊക്കെ ഒട്ടിക്കണ പലവന്മാരെ ബുക്ക് എടുത്ത് അകത്തിടാറുണ്ട്. ചില പറ്റിപ്പ് കേസുകളുണ്ടല്ലോ. പറ്റിപ്പുകാരുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ സത്യസന്ധമായി നേരെ വാ നേരെ പോ. അല്ല, ജനങ്ങള് പറ്റിക്കപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി കിടക്കുമല്ലേ, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറ്റിക്കണ ഒരു കാര്യമല്ലേ പറഞ്ഞത്. നമ്മളെ നേരെ വാ നേരെ പോയാണ്. നീ എന്തിനാ അതിൽ കയറി പിടിക്കുന്നത്? അല്ല, നമ്മുടെ കുറ്റമല്ലെന്ന് പറഞ്ഞു വരുമായിരുന്നു. നിനക്ക് വേണ്ടി സംസാരിച്ചാടാ. എനിക്ക് വേണ്ടി സംസാരിച്ചാൽ അവന്റെ സംസാരം അതല്ലല്ലോ. ജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കും. നമ്മൾ പറ്റിക്കുന്നില്ല, നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല. നമുക്ക് താല്പര്യമില്ല. ഇങ്ങനെ തലകരിച്ച് ഓരോന്ന് കാണിച്ച് നമുക്ക് ജോലുണ്ടാക്കി വെക്കരുത് കേട്ടാ അളിയാ. മക്കളെ, ഉപകാരം ചെയ്തില്ലല്ലോ ഉപദ്രവിക്കരുതേ. അതാണ് ഇവിടുത്തെ പലരുടെയും പരിപാടി. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു നീ. ഇതുപോലെ തലകരിഞ്ഞ പണി കാണിച്ചിട്ട് എനിക്ക് ജോലുണ്ടാക്കി വെക്കരുതെന്ന്. തല തിരിഞ്ഞവര് ചെയ്യുമ്പോഴല്ലേ ഇതൊരു നല്ലൊരു ബിസിനസ് സംരംഭം. നമ്മളീ പറഞ്ഞ മാതിരി ഈ വി ഹെൽപ്പിലേക്ക് പല രീതിയിലും പല മേഖലയിൽ നിന്നും ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അവർക്കൊരു പ്രോഫിറ്റ് കൊടുക്കുന്നു. ഞങ്ങളൊരു ചെറിയൊരു ഇത് എടുക്കുന്നു. അത്രേ ഉള്ളൂ. ചെയ്യണവർക്കൊക്കെ ചെയ്യാം, താല്പര്യമുള്ളവർ കേട്ടോ. നന്നായാ മതി. എന്റെയൊക്കെ സ്വർണം വെച്ചത് തീറായി പോയി. അന്നേ ഈ ബുദ്ധി തോന്നിയായിരുന്നെങ്കിൽ എനിക്ക് തെമ്മാടത്തിന് കാണിക്കണം. ഇത് എത്ര രൂപ കൊടുത്ത് അടിച്ച സാധനമാണെന്ന് അറിയാമോ? എറിയത് ഇന്നത്ര പോലും ബോധമല്ല അവർക്ക്. ഒരു നോട്ടീസ് ഒരാൾ വരണതാണ്. ഒരു നോട്ടീസ് ഇവിടെ ഒട്ടിച്ചത് മതി. ഇനി ബാക്കി ആള് ഒട്ടിക്കാനുള്ള സ്ഥലത്തുണ്ട് ഒട്ടിക്കും. ഏറ്റവും കൂടുതൽ
ഇവിടെ ഏറ്റവും കൂടുതൽ പണയം എടുക്കുന്ന പ്രദേശം ഞാൻ നിനക്ക് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. പണയം വെക്കുകയും ചെയ്യുന്ന ആൾക്കാരാ. ആ സ്ഥലത്ത് ഒട്ടിക്കും. അവിടെ കൊണ്ട് ഒട്ടിക്ക് ചെല്ല്. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടോ? രാവിലെ തൊട്ട് ദേ, ഇത് കിടക്കാൻ കണ്ട അവരോട്ട് അങ്ങനെ ഉച്ചക്കുള്ളതും എല്ലാം വാങ്ങിച്ചു തന്നല്ല. ഇതിന് പോവോ? അത് കുഴപ്പമില്ല. അതിന് അടുത്ത പെയിന്റ് അടിക്കുമ്പോൾ അത് പോകും. ഹലോ, ഞാൻ തക്കുടുക. ഡാഡി പുറത്താ, മാമനായിട്ട് വഴക്കുണ്ടാക്കാൻ പോയി. ഫോണെടുത്ത് ബെല്ലടിച്ചുകൊണ്ട് വന്നാ പോരെ. ഹലോ ഹലോ ഹലോ, ഷർമു പറയ്. പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ടല്ലോ. എൻക്വയറി എന്തെങ്കിലും? ഓഫീസിലെ നമ്പറും വെച്ചിട്ടുണ്ടതിൽ. അപ്പോൾ ഷർമു അത് കോള് വരണമെങ്കിൽ ആ രജിസ്റ്ററിൽ എഴുതി വെക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഓക്കെ. എനിക്കിത് തീരെ പിടിക്കണില്ല കേട്ടോ. രാത്രി നില്ല പകലൊന്നില്ല. അത് അവൾ എന്തിനാ രാത്രി വിളിക്കുന്നത്? ഷർമിള. ശർമ്മു അല്ല, ശർമിള. ഷർമിള, അതെ. ശർമ്മ വിളി. തങ്കൂന്നല്ലല്ലോ എന്നെ വിളിക്കുന്നത്, തങ്കം എന്നല്ലേ വിളിക്കുന്നത്. ഇങ്ങനൊരു സ്റ്റാഫിനെ കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണ് തങ്കം. രാവും പകലും. ഭാഗ്യം? നിങ്ങളുടെ ഭാഗ്യം. ഓഫീസ് കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധ ചെലുത്തുകയല്ലേ. ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വിളിച്ചതാണ്. അതിന് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ? നിങ്ങളിത് എന്താ കണ്ടിട്ട് എടുത്ത് ചാടുന്നതിനൊക്കെ പൈസ എവിടുന്ന ക്ലീറ്റോ? പൈസയൊക്കെ വരും. എവിടുന്ന് വരും? അത് എവിടെ നിന്നാണെങ്കിലും ആ സമയമാകുമ്പോൾ അത് വരും. ചുമ്മാ അത് ഇതും പറയല്ലേ. അവൻ പറയുന്നുണ്ട് ശരിയായ പരിപാടിയല്ലാന്ന്. ഏവൻ? കനകൻ. കനകനല്ല, അവൻ്റെ പേര് നെഗറ്റീവൻ. അതാണ് നല്ലത്. എന്ത് ചെയ്താലും നെഗറ്റീവ് പറയും. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി, അപ്പം നെഗറ്റീവ് അടിച്ചു. ഞാൻ വസ്തു കച്ചവടത്തിന് ഇറങ്ങി, നെഗറ്റീവ് അടിച്ചു. പിന്നെ വണ്ടി കച്ചവടത്തിന് പോയപ്പോൾ നെഗറ്റീവ്. ഞാൻ അങ്ങോട്ട് തുമ്മിയാലും തുപ്പിയാലും ഒക്കെ നെഗറ്റീവ് പറയണവൻ. അവൻ്റെ ഉള്ളിലെ ഓടുന്നത് രക്തം തന്നെ നെഗറ്റീവാണ്. എൻ്റെ എ നെഗറ്റീവാണ്, ബി നെഗറ്റീവ്, എന്തോ അല്ലേ അവൻ്റെ രക്തം. അതും പറയാൻ എൻ്റെ അപ്പുറം പറയും. ചുമ്മാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എന്നാൽ വേണ്ട. ഇത് എൻക്വയറി ഒന്ന് തുടങ്ങിയേണ്ട. ആൾക്കാർ വിളിക്കണ ആരുമാണ്? ഹലോ, യെസ്. നടരായ ഇതേതിനും പറയടേ. ശരി. പണയം സ്വർണം എടുക്കും. എങ്ങനെയാ അത്? നമ്മൾ ഈ കട്ടറും മറ്റേ പ്ലെയറും ഇതൊക്കെ ആയിട്ട് ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് കുത്തി തുറക്കും. എന്നിട്ട് അങ്ങ് എടുക്കും പുറത്ത്. നിനക്ക് സ്വർണം എടുത്ത് തന്നാൽ പോരെ? അത് മതിയോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നാളെ ഓഫീസിലോട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കമ്മീഷൻ ഉണ്ടടേ. നീ ഓഫീസിൽ വാ. ഗുഡ് നൈറ്റ്. പിന്നല്ലാതെ ഒരു കാര്യം, എങ്ങനെ ബാങ്ക് ഇത് എങ്ങനെ എടുക്കുമെന്ന്, ബാങ്കിൽ നിന്ന് സ്വർണം. എന്തൊക്കെ സംശയം. നമുക്കിത് വേണ്ട ക്ലീറ്റോ. എനിക്ക് എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നുന്നു. അത് നിന്റെ ആങ്ങളെന്ന് പറയണതും നെഗറ്റീവ് പറഞ്ഞത് നിന്റെ തലയിലും അത് കയറി കിടക്കണുണ്ടാണ് തങ്കം. നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എല്ലാം നല്ല രീതിയിൽ നടക്കും. എല്ലാം നല്ലതായിട്ട് നടക്കണമെന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നിങ്ങളുടെ തലയിലോട്ട് അത് വീഴാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും നല്ല കാര്യങ്ങളും പറഞ്ഞ് നല്ല ചിന്തയിൽ കിടക്കാൻ സമ്മതിക്കൂല. നീ റൊണാൾഡിൻ്റെ അടുത്തല്ലേ കിടക്കണത്? അവൻ കഥ പറഞ്ഞു തരും, ഇത് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിവിടെ നിന്ന് കിടക്കണം? റൊണാൾഡോ അവൻ കഥ പറഞ്ഞു തരും, അത് ശരി തന്നെ. ചിലപ്പോ ഇന്ന് പട്ടിയുടെ കഥ പറഞ്ഞ അത് മാറ്റി അടുത്ത് പൂച്ചയാക്കും. പൂച്ച കഴിഞ്ഞടുത്ത് തവള, തവള കഴിഞ്ഞടുത്ത് കാക്ക, പിന്നെ ആമ. അവനതേ അറിയൂ. കിടക്ക്. ഇപ്പൊ പറിക്കണോ അല്ലേ ചേച്ചി? കറക്റ്റ് ടൈമാ. പക്ഷെ എങ്ങനെ പറിക്കാനാ? ആകാശം മുട്ടി നിക്കുവാണ്. പറക്കിലുള്ളതും ഇതും എല്ലാം കൂടി പറിച്ചാ. ഇതാണ് എനിക്ക് ഉപ്പിലിടാൻ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ആ വണ്ടിയാന്ന് തോന്നല്ലോ. കനക വണ്ടി വന്ന് കിടന്ന് ഓണടിക്കുന്നു. എടാ, നീ പോകുമ്പോഴേ മാവ് കയറാൻ ആരെങ്കിലും കിട്ടുമോ നോക്കൂ.
ഇതേയില്ല നോക്കിയോട്ടെ എന്തേലും വാങ്ങിയാ ദൂരം മാങ്ങ ഉണ്ടായി കിടക്കണേ വെറുതെ പോവാ. നീ ഇത് ആരോടാടി സംസാരിക്കുന്നത്? ഒരു സബ് ഇൻസ്പെക്ടർ അടി ഞാൻ. ഇൻസ്പെക്ടർ ആണെങ്കിൽ എന്താ വായില്ലേ വായ ഉപ്പുമാങ്ങ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടാ? ആ ഇൻവെസ്റ്റർ ഒന്നല്ല, ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ. അതെ, എന്തിന്റെ ഇത് പോലീസ് ജീപ്പ് മുകളിൽ ആ പറഞ്ഞു അറിഞ്ഞു. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു. അതെന്താ? ഇൻവെസ്റ്റർ ആണെന്ന് അറിഞ്ഞു. ഇൻവെസ്റ്ററോ? എന്താ? സ്വർണം പണയം എടുത്ത് കൊടുക്കുന്ന പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. പുള്ളിയല്ലേ പൈസ കൊടുക്കുന്നത്? അവന്റെ ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു, ഇങ്ങനൊരു സംഭവം വരും, ആരെങ്കിലും അപ്പൊ സ്വർണ്ണം എടുക്കാനുള്ളവരുണ്ടെങ്കിൽ വിളിച്ചു പറയാന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അല്ല, ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് ഗിരിചാർന്നു. പിന്നെ അത് നടക്കാൻ വഴി നടക്കത്തില്ല. ആ അമ്മാവ, ഇതേ ബാങ്കുകാർക്ക് തീരെ താല്പര്യത്തൊരു പരിപാടിയാണ്. അവർക്കല്ലേ നഷ്ടം. ആ ഞാൻ ഈ കാര്യം വേണ്ടെന്ന് അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര എനിക്കറിയാവോ. നീ എന്തിനാടാ പാവത്തിന്റെ ബിസിനസ് ഒക്കെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? എടി, അവൻ എന്ത് തുടങ്ങിയാലും എന്ത് ചെയ്താലും അവസാനം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം സംഭവിച്ചതിന് ശേഷമേ നിങ്ങൾ അറിയുള്ളൂ. ലിറ്റ പറഞ്ഞ ശരിയാണ്. ഈ നെഗറ്റീവ് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേ ഇവിടെ ഉള്ള ഒരു നെഗറ്റീവ് പറയും. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ? ക്ലീറ്റോയുടെ വീടല്ലേ അത്? അതെ. എന്താ? സ്വർണ്ണപ്പണ എടുക്കുന്ന കാര്യത്തിന് വിളിച്ചിരുന്നു, വരാൻ പറഞ്ഞു. അയ്യോ, അത് ഇവിടെ അല്ല, അത് ഓഫീസിൽ, അവിടെ ചെന്നാ മതി. ശരി. സോമനല്ലേ? അതെ. നമ്മുടെ സഹകരണ ബാങ്കിലെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആള്. അതെ. ഇപ്പൊ നാട്ടിലുണ്ട് അല്ലേ? ഓ, കുറച്ച് സ്വർണം ബാങ്കിലാ. അതെങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാ പരസ്യം കണ്ടത്. അങ്ങനെ ക്ലീറ്റോനെ കാണാൻ വന്നാൽ വിളിച്ചപ്പോ ക്ലീറ്റോ ഇവിടത്തെ എനിക്കറിയാം. ശരി ശരി. നടക്കുമല്ലേ അല്ലേ? നടക്കുമല്ലേ അല്ലേ? കണ്ടു നോക്കൂ. ശരി. കണ്ടോ, ബിസിനസ് നല്ലോണം വരണുണ്ട്. വരും. എന്ത് ഈ പോയ സോമൻ ആരാന്ന് അറിയണക്ക്? ആരാണെങ്കിലും എന്താ സോമൻ? എടികള് നമ്മുടെ സൊസൈറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു. നല്ലതല്ല, ഇനിയിപ്പോ എന്താ കുഴപ്പം? കാശ് തട്ടിപ്പ് കേസിൽ ജയിലിലായിരുന്നു. ഇത്രയും വലിയ ക്രിമിനലാ. ഈ ചേട്ടനാ? പിന്നല്ലാതെ. നല്ല ബിസിനസ്. എന്റെ ക്ലീറ്റ തുടങ്ങാൻ പോണ ബിസിനസ്സിന് സ്വർണ്ണം എടുക്കാൻ വന്ന ആള് നന്നായിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ സ്വർണ്ണം എടുക്കണൊക്കെ പൈസ വേണ്ടേ ക്ലീറ്റോ ചേട്ടൻ്റെ കയ്യില്? അല്ല, ഇപ്പൊ ഇയാളല്ലേ ആദ്യമായിട്ട് വരുന്നത്. ഇനി അവനെ സഹായിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് നിങ്ങള് അമ്മാവനും ഏട്ടനും അല്ലാതെ പിന്നെ വേറെ ആരും സഹായിക്കാനാ? ആരും സഹായിക്കരുത്. ആരും സഹായിക്കാണ്ടാവുമ്പോ ഇവൻ ഈ ബിസിനസ്സിന് ഇറങ്ങില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടും. ക്രൂരതയാണ് അമ്മാവായി ചെയ്യുന്ന ആ പാവത്തിനോട്. എന്ത് ക്രൂരതയാണ്? ഇതേപോലുള്ള ക്രിമിനലുകളെ സഹായിക്കില്ല ബിസിനസ്. ആലോചിച്ചിട്ട് ചെയ്യാൻ പറ, അല്ലെങ്കിൽ അകത്താവും. അമ്മാവാ, അമ്മാവാ വന്നേ. വന്നേ പറഞ്ഞടി. എന്താ? കാശ് കൊടുക്കാനാണെങ്കിൽ ചോദിക്കരുത്. കാശല്ല. അത് കണ്ടോ, മാവുണ്ട് നിറച്ച് മാങ്ങ. നന്നായി. എല്ലാ സ്ഥലത്തും മാങ്ങ തോന്നുന്നുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഒരു ഏണി അവിടെ വെച്ച് അമ്മാവൻ കയറി പറിച്ചാലോ? ഉപ്പുമാങ്ങ ഇടാം. ഏണി വരെ കയറാ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറി എങ്ങനെ? അത് അമ്മാവനങ്ങ് കയറണം. ഈ പ്രായത്തില് ഞാന് ഒരു കാര്യം ചെയ്യും, ബി ഹെൽപ്പിൽ വിളിച്ചിട്ട് മാവുമ്പ് കയറാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കും. ബി ഹെൽപ്പ് എന്ന് പറയുമ്പോൾ പിന്നെയും ക്ലീറ്റോന്റെ മുഖം ഓർമ്മ വരും. പാവം ഓരോ സമയം ഓരോ ബിസിനസ് പ്ലാൻ ചെയ്യും, അത് അങ്ങനെ തന്നെ പൊട്ടും. ഇത് പൊട്ടും, ഇതും പൊട്ടും. പൊട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ പൊട്ടാതെ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും? അതെവിടെ നിന്ന് ക്ലീറ്റോ ചേട്ടൻ ഉണ്ടാക്കും? നമുക്ക് വല്ല ലോൺ എടുത്ത് കൊടുത്താലോ? ആര്? നമുക്ക്. എവിടുന്ന്? കുടുംബശ്രീന്നാ? നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന അവിടെ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഇനി എടുക്കാൻ പറ്റില്ല, നമ്മൾ എടുത്തു കഴിഞ്ഞില്ലല്ലോ. കോമഡി വീഡിയോസ് നടി പിന്നെ കൊടുക്കാം. നല്ല ഫോൺ താടി ഇവിടെ. ഞാൻ അവിടെയൊക്കെ കിടന്ന് നോക്കുന്നു. ഫോൺ വന്നാൽ തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ക്ലീറ്റോ ചേട്ടാ, ഇത് ഇവൾമാരുടെ കയ്യിലായിരുന്നു ഫോൺ. ഇല്ല, അമ്മാവൻ വളക്കടലോട്ട് പോയി. വളയല്ല, വളം. കാശാ? ഇല്ലല്ലോ, ഒന്നും തന്നിട്ടില്ല.
ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒരാൾ വന്നായിരുന്നു. അമ്മാവൻ പറഞ്ഞു അയാളെന്തോ തട്ടിപ്പുകാരനാന്നൊക്കെയാ പറഞ്ഞത്. വരുവാണെങ്കിൽ പറയാം. ശരി ശരി. ക്ലീറ്റോ ചേട്ടനായിരുന്നു വിളിച്ചത്. ഇല്ല, തരത്തില്ല. ഞാൻ നിന്റെ അടുത്ത് ഫോൺ തന്നപ്പോഴേ പറയാറുള്ളതാണ്, ഫോൺ വരുവാണെങ്കിൽ തരുന്നത്. ഇല്ലില്ല. ആള് ശരി. അമ്മാവൻ കൊള്ളാം അമ്മാവാ. എന്തേ ആ പാവത്തിനെ പറഞ്ഞ് പറ്റിക്കേണ്ടായിരുന്നു. പൈസ കൊടുക്കാന്ന് പറഞ്ഞ് പൈസ കൊടുത്തില്ല. എന്നാ വിളിച്ച ഫോണെങ്കിലും എടുക്കണ്ടേ അമ്മാവാ? എടി അവൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ പാടത്തായിരുന്നു. അല്ലെങ്കിൽ തന്നെ വിളിച്ചാൽ ഞാൻ എന്തിനെടുക്കാം? ഞാൻ അവന് പൈസ കൊടുക്കാന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മാവൻ ഒരു വാഗ്ദാനം കൊടുത്തേ ഉള്ളൂ. ക്ലീറ്റോ ചേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവൻ എന്തേലും പറഞ്ഞാന്ന് ചോദിച്ചത്. ചേട്ടനോട് ചോദിച്ചില്ലേ പൈസ? നാട് മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് പൈസ ചോദിക്കേണ്ടത് ഈ ഉടായ്പ പരിപാടിക്ക്. പാവം അത് എന്തോരം വിളിച്ചെന്നറിയാം അമ്മാവനെ. ഒരാവശ്യത്തിനല്ലേ വിളിക്കുന്നത്. എന്താവശ്യം? ആദ്യമായിട്ട് അവൻ കച്ചവടം ചെയ്യണത് തന്നെ ആരായിട്ടാ? ആ ബാങ്കിൽ നിന്ന് തിരിമറി നടത്തിയെന്നും പറഞ്ഞിട്ട് ജയിലിൽ പോയ ആ പഴയ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി സോമനായിട്ടേ. ഞാൻ അവനെപ്പോഴും കണ്ടു വരണ വഴിക്കേ. ആണോ? ഞാൻ അവനോട് പറഞ്ഞു, ക്ലീറ്റോ ആയിട്ട് ഈ പരിപാടി ഒന്നും നടക്കില്ല, നീ വേണമെങ്കിൽ വേറെ ആരെയിലായിട്ട് കച്ചവടം ചെയ്തോ പറഞ്ഞിട്ട് ഒരു മാർവാടർ നമ്പർ കൊടുത്തേ. അതാരാ? അത് ഇതേമാതിരി ഈ ബാങ്കിൽ പണയം വെക്കണ സ്വർണ്ണൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സേട്ടാ. ഇപ്പൊ നാട്ടിൽ എവിടെ ഇറങ്ങി നടന്നാലും ഇത്തരം പോസ്റ്റുകൾ കാണാൻ പറ്റും. ഇത് പൈസയും കൊടുക്കൂലോ, കച്ചവടവും മുടക്കും. അമ്മാവനെ കൊണ്ട് വലിയ പാടായിട്ടുണ്ടല്ലോ. അമ്മാവൻ ക്ലീറ്റോന്റെ കച്ചവടം മുടക്കിയതിനാ? എടി ഞാൻ കച്ചവടം മുടക്കിയതല്ല, ഒരു അപകടത്തിന് രക്ഷിച്ചല്ലേ. ഈ സോമൻ എന്ന് പറഞ്ഞൊരു പ്രാടാ. അവൻ ബാങ്കിൽ പണ്ട് തിരിമറി വെച്ചുള്ള ഈ സ്വർണം മുക്കുവണ്ടാണെങ്കിലാ അത് ലേലത്തിലെടുക്കുമ്പോ അറിഞ്ഞപ്പോ കുടുങ്ങില്ല ക്ലീറ്റോ. അത് സാധ്യതയുണ്ട്. അവനല്ലേ ആള്. ഒരു നല്ല കാര്യം ചെയ്ത് സഹായിച്ചാലും പറ്റില്ല. ചായ വേണം അമ്മാവൻ? സഹായം എടുത്തോ. കൊടങ്ങാള ക്ലബിന്റെ കളർ പെൻസിൽ മത്സരത്തിൽ ഏത് വർഷം ഞാനുണ്ടെങ്കിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. തുപ്പല് വരട്ടി അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും പോകത്തില്ല. ആര് വരത്തില്ലെന്ന്? തുപ്പലിന്റെ മയം ഉണ്ടെങ്കിൽ കളർ വിജൃംഭിക്കും, പല രീതികളിലേക്ക് പോകും. യെല്ലോ മഞ്ഞയാവും, മഞ്ഞ കറുപ്പാവും. നിനക്കത് അറിയാത്തോണ്ട് അതിന്റെ ഗുട്ടൻസ് ഉണ്ട്. എടാ അതൊക്കെ പെട്ടെന്ന് അടുത്ത പേപ്പറിൽ പഠിക്കടാ. തുപ്പൽ വരട്ടി അഴിച്ചു കുഴപ്പം. മകൾ എത്ര ആളുകൊണ്ട് ചെയ്യുന്നത്? അയ്യേ, അത് പണ്ട് പെൻസിൽ വെച്ച് എഴുതുമ്പോ പിന്നെ മങ്ങ് വന്നിട്ട് തുപ്പൽ പറ്റി നമ്മൾ വരച്ചിട്ടില്ല, അതേപോലെ ഉള്ളത്. നീ ആ കളറല്ലല്ലോ അവിടെ അടിക്കേണ്ടത്. ദേടാ എല്ലാം തെറ്റി. ചാച്ച കൊച്ചിന്റെ കൊടുക്കണർക്കാ. കൊച്ചിന്റെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കളർ ചെയ്ത് വിട്ട സമയങ്ങളിലെല്ലാം അവന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ എന്ന് ഇയാളത് ചെയ്ത് കാണിയിരുന്നു. അയ്യോ പിന്നെ നീലയാ കൊച്ച ഇവിടെ വേണ്ടത്. അവൻ വൈലറ്റ് എടുത്ത് അടിച്ചേക്കുന്നു. വൈലറ്റ് വെള്ളോ? അവന് ഭ്രാന്ത. അവന് ഇന്ന് ഭയങ്കര സംഭവം ഉണ്ടായി. റോഡിൽ നിന്നിട്ട് വന്നപ്പോഴേ അടിച്ചോ മറ്റല്ല സ്വർണ്ണപ്പണയം എടുത്തു കൊടുക്കാൻ സഹായിക്കപ്പെടും, സ്വർണ്ണം എടുത്തു കൊടുക്കാൻ സഹായിക്കപ്പെടും എന്നുള്ള പോസ്റ്റർ എല്ലാവരും ഉണ്ടല്ലോ. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രി കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ മൂട്ടിക്കാൻ ഇറങ്ങുന്നവരെ നമ്മൾ പ്രചോദിപ്പിക്കുന്ന പോലെ എഴുത്താ. അത് നിന്നെ പോലെ കള്ളന്മാർക്ക് കാണുമ്പോ, നേരായ വൈക്കുള്ളവർക്ക് കാണുമ്പോ അങ്ങനെ തോന്നൂല. സമയം എന്താ ദൈവമേ, 9 മണിയായേക്കും. ഇത് എവിടെ പോയി കിടക്കുന്നു? ഇത് പർപ്പിള് ഇവിടെ. ഹലോ ക്ലീറ്റോ, സമയം എന്തേ 9 മണി, എങ്ങോട്ട് വരുന്നില്ലേ നിങ്ങള്? ഇങ്ങോട്ട് വരാൻ. ആ കണ്ടവന്റെ പൈസ നോക്കിയിട്ടല്ല ബിസിനസ് ചെയ്യാൻ നടക്കേണ്ടത്. നാട് മുഴുവൻ പരസ്യം ഒട്ടിച്ചിട്ട് ഇപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് ശരിയായിക്കോളും. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഈ പാതിരാത്രിക്ക് നിങ്ങൾ ഇനി ആറ് പൈസ തരാനാ നിങ്ങക്ക്? അപ്പുകുട്ടൻ സാറും ചതിക്കും, അമ്മാവനൊക്കെ ചതിക്കും. വാ വാ വാ, എന്തെങ്കിലും കാണിക്കുന്ന വല്ലതും കഴിച്ച. ഹലോ
നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ക്ലീ ക്ലീ എന്ത് വരുന്നില്ല. ആര് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൈസ അമ്മാവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ചതിച്ച് അപ്പുക്കുട്ട സാറ് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ചതിച്ച് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇതൊക്കെ ഇപ്പോഴാണ് ആലോചിക്കണേ. ആ പച്ചമ്മയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഈ പിണമില്ലാത്തവൻ പണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ പഴഞ്ചൊല്ലുണ്ട്, പിണമില്ലാത്തവൻ പണം. അമ്മച്ചി എപ്പോഴും പറയും പണം ഇല്ലാത്തവൻ പിണം. ആ ആദ്യം ശ്രദ്ധിക്കുക, ഉടനെ അതിനകത്ത് മോൻ കിടന്നുറങ്ങ. ചെല്ല് പോ. ബാ നമുക്ക് പോയി കിടന്നുറങ്ങാം. ബാ ഡാഡി വരൂല. വലിയ നോക്കാം. ഇത്ര കൊതിയാണെങ്കിൽ ഒരു കളർ ബുക്ക് മേടിക്ക്. എന്നിട്ട് ഇരുന്ന് അങ്ങ് എന്റെ പിള്ളേർക്ക് പല കളർ അവിടെ ആങ്ങളെ കൊണ്ട് കൊടുത്ത് ഇഷ്ടംപോലെ കളർ ബുക്കുണ്ട്. എന്നാ ചെല്ല് കളർ അടിച്ചിട്ട് വാ. ആ കൊച്ചിന് എന്തെങ്കിലും മേടിച്ച് അവൻ തന്നെ ഇരുന്ന് വരും. ഇവിടെ കിടന്നാൽ മതി, എങ്ങോട്ട് വേണ്ട. കനക, ഞാനങ്ങടെ ഇറങ്ങാ. എന്താ അത്യാവശ്യം? ആ ക്ലീറ്റ വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാല്ലേ. ഇന്നലെ ഫോണിൽ കൂടെ വിളിച്ച് എന്തോരം തേറി അവൻ പറഞ്ഞറിയോ? ആ രക്ഷപ്പെട്. എല്ലാരും കൂടി ആ പാവത്തിന് ചതിച്ചിട്ട്. എടേ നീ ഇങ്ങനെ മുറ വെപ്പിച്ചിരിക്കണ എന്തിനാണ്? ഞാൻ അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടോ? ഇല്ല. അമ്മാവൻ പറഞ്ഞല്ലോ. പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് കണ്ടതോ ആദ്യമായിട്ട് കച്ചവടം ചെയ്യാൻ പോണ സംഗതി സോമനെ. അവനൊക്കെ ആയിട്ടുള്ള കച്ചവടത്തിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ മുടിഞ്ഞൂലേ? സംഭവം എന്തായാലും അവനോടൊപ്പം ബാങ്കിൽ പോയിട്ടുണ്ടാവും. ആ എന്തൊക്കെ ആവും എന്തോ. വരണേൻ്റെ മുമ്പ് പോവാന്നല്ലേ. ആ ആ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ക്ലീറ്റോ? ഞാൻ എന്തോരം വിളിച്ച്. ക്ലീറ്റ മോനെ, അയ്യോ നീ ബാങ്കിൽ പോയിട്ട് വരെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ബാങ്കിൽ പോയി സോമൻ ചേട്ടൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് അത് വിറ്റ് എല്ലാം റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. ആ അതെ, കാശ് തരാൻ വേറെ ആളുകളുണ്ട് ഇവിടെ. അമ്മാവൻ മാത്രമല്ല, ഗണേഷ് സേട്ടൻ എന്ന് പറയുന്ന സേട്ടുണ്ട്. അയാളെ കൊണ്ടെടുത്ത് അയാൾ പൈസയൊക്കെ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരാൾ ഒരു വീഴ്ചയിലേക്ക് എന്തെങ്കിലും ചെന്ന് അറിയാതെ പെട്ടുപോയാൽ പിന്നെ അയാൾ പിന്നെ ഈ രാജ്യത്ത് എല്ലാവരുടെയും മുമ്പിൽ അയാൾ ഏറ്റവും മോശക്കാരനാണ്. ഈ സോമൻ ചേട്ടൻ സത്യത്തിൽ അയാൾ ഒരു കൊള്ളരുതയും ചെയ്തിട്ടില്ല. അവിടെ കൂടെ ജോലി ചെയ്തവരെല്ലാം കൂടെ പെടുത്തിയതാണ് അയാളെ. എന്നിട്ട് അയാൾ എനിക്ക് കമ്മീഷനും തന്നു. ഞാനത് വാങ്ങിയില്ല. അയാൾ കുറച്ച് വസ്തു വിൽക്കാണ്ട് ഈ കേസിന് വേണ്ടിയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് വിൽക്കുമ്പോൾ അതിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. എല്ലാവരും ക്ലീറ്റസ് ഇതിലും തോക്കൂന്നങ്ങ് വിചാരിച്ചല്ലേ? നീ ഒന്ന് ജയിച്ച് കണ്ടാൽ മതിയുടെ. ഇനി ക്ലീറ്റസിന് തോൽവിയില്ല, ഇനി ജയങ്ങൾ മാത്രം. ഇത് 10 തലയുള്ള വി ഹെൽപ്പ് രാവണൻ. ഓ Aliens.